അഞ്ചൽ ആയൂർ പാതയിൽ കെ.എസ്.ആർ.ടി.സി ബസും മിനി ലോറിയും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. 35 പേർക്ക് പരിക്കേറ്റു. ആയൂർ അഞ്ചൽ പാതയിൽ പെങ്ങള്ളൂർ ഐസ് പ്ലാന്റിന് സമീപമാണ് അപകടം സംഭവിച്ചത്. മിനി ലോറി ഡ്രൈവർ കൊല്ലം ഇളമാട് വേങ്ങൂർ ഷീജവിലാസത്തിൽ ഷിബുവാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 7:45ഓടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ മയിലോട് കുന്നത്തു താഴെ വീട്ടിൽ അമ്പിളിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മയിലോട് ചെറുവരമ്പത്ത് വീട്ടിൽ ബിനുരാജിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരും മിനി ലോറിയിൽ യാത്ര ചെയ്തവരാണ്. അമ്പിളി റബ്ബർ നഴ്സറിയിലെ ജീവനക്കാരിയാണ്. ബിനുരാജ് വാഹനത്തിൻ്റെ ഉടമയാണ്. വെളിയത്ത് നിന്നും റബ്ബർ തൈകൾ കയറ്റി പുനലൂരിലേക്ക് പോകവെയായിരുന്നു അപകടം. പുനലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെ.എസ്.ആർ.ടി.സി ബസ്സാണ് അഞ്ചൽ ആയൂർ പാതയിലെ ഐസ് പ്ലാന്റിന് സമീപം വെച്ച മിനി ലോറിയുമായി കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മിനി ലോറി പൂർണ്ണമായും തകർന്നു. നിയന്ത്രണം വിട്ട കെ.എസ്.ആർ.ടി.സി ബസ് സമീപത്തെ മരത്തിലിടിച്ചാണ് നിന്നത്. ബസ്സിലെ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ് ഡ്രൈവർ പൂവാർ സ്വദേശി സെൽവൻ, കണ്ടക്ടർ ക്രിസ്റ്റഫർ എന്നിവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. കെട്ടി ഈ റോഡ് പണിക്ക് എവിടെങ്കിലും കെട്ടും. റോഡിന്റെ സ്ഥലം എടുത്താൽ മതി. ഈ കെട്ടിന്റെ കാര്യം ഈ സ്കൂളിന്റെ അവിടുത്തെ വളവ് തീർക്കാൻ വേണ്ടിയിട്ട് 1.5 വന്ന വണ്ടി പോയ മാസ്റ്റ് 5 വന്നപ്പം ഈ സൈഡ് പള്ളിയുടെ ഈ സൈഡ് ഇടിച്ച് ഒരുപാട് റോഡിൽ കയറ്റി കെട്ടുമോ വീണ്ടും. അതുകൊണ്ട് വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ വണ്ടിക്ക് സൈഡില്ല. അതുകൊണ്ടാണ് ഈ അപകടം കൂടുതലുണ്ടാകുന്നത്. ഇന്നാളും ഇവിടെ ഒരു വണ്ടി ഇടിച്ചു. സുബിയാണ് മരിച്ച ഷിബുവിൻ്റെ ഭാര്യ. ആദിത്യൻ, ആര്യൻ എന്നിവർ മക്കളാണ്. പരിക്കേറ്റവരെ PS സുബാൽ MLA ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അപകടത്തിൽ മരണപ്പെട്ട ഷിബുവിൻ്റെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും വേണ്ട അടിയന്തര സഹായം നൽകുവാൻ ജില്ലാ ഭരണകൂടത്തിനോടും ആരോഗ്യവകുപ്പിനോടും PS സുബാൽ MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.